പുറത്തുള്ള അനുഭവങ്ങളും ഉള്ളിലെ അവസ്ഥകളും പരസ്പരം സ്വാധീനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് ഇന്നത്തെ വിഷയം. കോട്ടേക്കാർ builds inner awareness through outer and inner alignment. 7ാമത്തെ അധ്യായമായിട്ടുള്ള പ്രായോഗിക അവബോധം എന്നുള്ളതിൽ കോട്ടക്കാറിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അത് കോട്ടക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ പ്രക്രിയയിൽ വ്യക്തിയുടെ പങ്കെന്താണ്, കോട്ടക്കാർ പരിശീലനം എന്ത് സൃഷ്ടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ കോട്ടക്കാർ എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. കോട്ടക്കാർ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണത് എന്തിനാണത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. കോട്ടക്കാർ എന്താണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചതാണ്. അപ്പോ ഈ കോട്ടക്കാർ പ്രാക്ടീസിൽ എങ്ങനെയാണ് ഇത്, എന്തെല്ലാമാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളും പരിമിതിയും ആന്തരിക സാധ്യതകളും എന്താണോ ചോദിച്ചത്? പുറത്തുള്ള അനുഭവങ്ങളും ഉള്ളിലെ അവസ്ഥകളും പരസ്പരം സ്വാധീനിക്കുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോ അത് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്, സെൽഫ് ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ ആന്തരികമായ ശേഷികൾ എന്തൊക്കെയാണ്, നമ്മുടെ ലിമിറ്റേഷൻ എന്നുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഇന്നർ ഡിസ്കവറി, ഉള്ളില് നിന്നും നമ്മളത് തിരിച്ചറിയാനുള്ള ആ ഒരു അവസ്ഥയിലൂടെ ചില സമയത്താണ് നമുക്ക് കടന്നു പോകുമ്പോൾ, എപ്പോഴും നമുക്കത് അറിയില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അകത്ത് ഇതുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. ആ ശേഷിയെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും എത്ര ആന്തരിക ശേഷികളെ തിരിച്ചറിയാനുള്ള ഒരു പശ്ചാത്തലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ചാലഞ്ച് നമുക്കുണ്ട്. അപ്പൊ ഇവിടെയാണ് ഈ പറയുന്ന കോട്ടക്കാവിന്റെ പ്രാധാന്യമുള്ളത്. കോട്ടക്കാർ എന്തെല്ലാമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഒന്ന് ശാരീരിക പ്രാക്ടീസുകൾ, പിന്നെ മെന്റൽ പ്രാക്ടീസുകൾ, സ്പിരിച്വൽ പ്രാക്ടീസുകൾ. ഇത് മൂന്നും കോർഡിനേറ്റ് ചെയ്യുന്നതാണ് കോട്ടക്കാവ്. അത് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. അപ്പൊ അതില് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോട്ടക്കാരുടെ പ്രവർത്തന രീതി എന്താണെന്നുള്ളതാണ്. അവിടെ കോട്ടക്കാർ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ബാറ്റൺ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്, നൃത്തത്തിന്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ദിശയുടെ പ്രാധാന്യം നൽകിക്കൊണ്ട് ശരീരത്തെ ചലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശരീര ചലനങ്ങളിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവിടെ യുക്തിയുടെ സ്വാധീനമില്ലാതെ ഈ ഏകീകൃത വ്യവസ്ഥാ തലങ്ങൾ ഏകവിന്യാസത്തിൽ ചലിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. അതായത് ഏകീകൃത വ്യവസ്ഥ എന്ന് പറയുന്നത്, ഏകീകൃത വ്യവസ്ഥാ തലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങള്, കലകള്, അവയവങ്ങൾ, ശരീരം, ഇനി അതിന്റെ മുകളിലേക്കുള്ളതും വരും. പക്ഷെ നമ്മളിപ്പോ ഇതിനെ നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കുന്നത് നമ്മുടെ കോശങ്ങൾ, കലകൾ, അവയവങ്ങൾ, ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് അല്ലെ. ഇതിന്റെ ഇടയിൽ ഇവയ്ക്കിടയിൽ ഒരു യുക്തി വരുന്നില്ല എന്നിരിക്കട്ടെ. ഇവയ്ക്കിടയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് യുക്തിയൊന്നും ചെലുത്തുന്നില്ലെങ്കിൽ ഇതെല്ലാം ഏകവിന്യാസത്തിൽ ചലിക്കും.
നമ്മൾ പറഞ്ഞല്ലോ, ഒരു ട്രെയിനിന്റെ ബോഗിയുടെ അവസാനം മുതൽ ആദ്യം വരെ ഒരേ രീതിയിൽ പോകുന്നു എന്നതുപോലെ ഇവയെല്ലാം തമ്മിൽ അവ ട്രാക്കിലായതുകൊണ്ട് അവ ഏകധാരയിൽ പോകുന്നു. പക്ഷെ അത് നേരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിൽ നിന്നും മുൻവശം വരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വളവുകളില്ല, അതിനകത്ത് വേർതിരിവുകളില്ല, വിഭ്രംശങ്ങളില്ല എങ്കിൽ ആ ഏകീകൃത വ്യവസ്ഥാതലങ്ങൾ, ഈ ഏകീകൃതം എന്ന് വെച്ചാൽ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ശരീരത്തിന്റെ അകത്തെ കോശങ്ങളെല്ലാം നിൽക്കുന്നത് അല്ലെ. അതാണ് ഏകീകൃത വ്യവസ്ഥാതലത്തിൽ. ആ ഏകീകൃത വ്യവസ്ഥാതലത്തില് ഇവയെല്ലാം ഏകവിന്യാസത്തിൽ ഒരേ പാറ്റേണിൽ ചലിക്കും. അകത്തുള്ള പാറ്റേൺ എങ്ങനെയാണോ ചലിക്കുന്നത് അങ്ങനെ തന്നെയാണ് പുറത്തുള്ള പാറ്റേൺ ചലിക്കുക. അല്ലെങ്കിൽ പുറത്തുള്ള പാറ്റേൺ എന്താണോ അത് തന്നെയാണ് അകത്തും ഉണ്ടാവുക. ഈ നമ്മൾ ഈ ലോറി കണ്ടിട്ടുണ്ടല്ലോ, ലോറിയുടെ ടയർ മാറ്റാനായിട്ട് ജാക്കി വെച്ചിട്ട് ഇത് പൊക്കി വെക്കും. അപ്പൊ ടയർ മാറ്റുമ്പോ ഈ വീല് കിടന്ന് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോ ഈ വീലിൽ നിന്നും ആക്സിലിൽ നിന്നും പിന്നെ എഞ്ചിനിലേക്ക് പോകുന്ന സിലിണ്ടർ ആക്സിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു റോഡ്. അതും ഇതിനനുസരിച്ച് അനങ്ങുന്നത് കാണാം. വണ്ടി ഓടുന്ന സമയത്ത് എഞ്ചിൻ കറങ്ങുമ്പോൾ അത് കറങ്ങിയിട്ടാണ് ഈ വീലിലേക്ക് ഈ പവർ വരുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വീല് തിരിക്കുമ്പോൾ അത് തിരിച്ചും കറങ്ങും അല്ലെ. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് ചലിക്കുമ്പോൾ ഇത് ചലിക്കുമെങ്കിൽ ഇത് ചലിക്കുമ്പോൾ അതും ചലിക്കും. അപ്പോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അകത്തും പുറത്തുമുള്ള കാര്യങ്ങൾ പരസ്പര ബന്ധിതമാണെങ്കിൽ എന്റെ കോശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന വിന്യാസം അതുപോലെ തന്നെയാണ് എന്റെ പുറത്ത് എന്റെ പ്രവൃത്തികളിൽ, എന്റെ കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഇതേ പാറ്റേൺ ആണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അവിടെയും പ്രവർത്തിക്കണമല്ലോ. അപ്പൊ ഇവ പരസ്പരം ബന്ധിതമായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ എന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അതിനെ കൈകാര്യം ചെയ്യാൻ എന്റെ ഒരു മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മസ്തിഷ്കത്തിന്റെ ഭാഗത്തെ പ്രവർത്തിപ്പിക്കാനായിട്ട് എന്റെ കൈകളെ ചലിപ്പിച്ചാൽ മതി. കൈകളെ ബോധപൂർവം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചാൽ മതി. അപ്പോ എന്റെ ഈ കൈയുടെ നിയന്ത്രകനായിട്ടുള്ള മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കും. അപ്പോ ഈ പുറത്തെ വിന്യാസം ഉണ്ടല്ലോ, പുറത്ത് നമുക്ക് ഇപ്പൊ അകത്തുള്ള കാര്യങ്ങളെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പോ അകത്തുള്ള കാര്യങ്ങൾക്ക് പകരം പുറത്തുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടും അതിനെ നിയന്ത്രിച്ചും നമുക്ക് അകത്തുള്ള ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനും പറ്റും, കൈകാര്യം ചെയ്യാനും. ഇതാണ് കോർട്ടിക്കൽ പ്രവർത്തന തത്വം. അതായത് യുക്തിയുടെ സ്വാധീനമില്ലാത്ത ഏകീകൃത വ്യവസ്ഥാതലങ്ങള് ഏകവിന്യാസത്തിലാണ് ചലിക്കുക. അത് അകവും പുറവും. യുക്തിയുടെ ഒരു ഇടപെടലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അകവും പുറവും ഒരുമിച്ച് ചലിക്കും. അപ്പോ പുറത്തോ അകത്തോ ഉള്ള ഏതെങ്കിലും ഒന്നിനെ നമ്മൾ കൈകാര്യം ചെയ്താൽ മറ്റേത് കൈകാര്യം ചെയ്യപ്പെടും. അതായത് പുറത്ത് നമ്മളൊരു കാര്യം കൈകാര്യം ചെയ്താൽ അകത്ത് കൈകാര്യം ചെയ്യും. അകത്ത് മാറ്റം വന്നു കഴിഞ്ഞാൽ പുറത്ത് കൈകാര്യം ചെയ്യും. ആ പുറത്തുള്ള വിന്യാസമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അകത്തുള്ള നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തുള്ള വിന്യാസത്തെ നിരീക്ഷിക്കുക, അതെങ്ങനെയാ പ്രവർത്തിക്കുക എന്നുള്ളത് നിരീക്ഷിക്കുക, എന്നിട്ട് അതിനെ നിയന്ത്രിക്കുക. എങ്ങനെ വേണോ, എങ്ങനെ ഷേപ്പ് ചെയ്യണോ അങ്ങനെ നിയന്ത്രിക്കുക. നിയന്ത്രിച്ചു കഴിയുമ്പോൾ അകത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഗുണം എന്താ? അകത്ത് ഒരുവിധം ഷേപ്പായി. ഇപ്പൊ ഈ പുറത്തുള്ളത് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച്, നമ്മുടെ തോന്നലിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക അല്ലെ. പക്ഷെ അതിന്റെ ഒരു പാറ്റേണിൽ മാറ്റം വരുത്തിയാൽ ഈ പാറ്റേൺ അകത്ത് റെക്കോർഡ് ചെയ്യപ്പെടും. ആ റെക്കോർഡ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് പിന്നീട് അത് പാറ്റേണൈസ് ചെയ്ത് നമ്മുടെ ആന്തരിക ശേഷികളുമായി ചേർന്നുകൊണ്ട് ഇത് നല്ല രീതിയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ വെളിയിൽ കാഴ്ചവെക്കും. ഇപ്പൊ നമ്മുടെ പെരുമാറ്റം, നമ്മൾ അവബോധ തലങ്ങളെ കുറിച്ച് പറഞ്ഞു, പല അവബോധ തലങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പെരുമാറ്റം എന്നുള്ളതാണ് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെ. പെരുമാറ്റവും അനുഭവവും, പ്രകട മനസ്സും പ്രതിമനസ്സും, ഈ രണ്ട് ഏരിയകളാണ് നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ബാക്കിയൊക്കെ അകത്ത് നിന്നിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. പക്ഷെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രകട മനസ്സും പ്രതിമനസ്സുമാണ്. അപ്പോ പ്രകട മനസ്സിലും പ്രതിമനസ്സിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പൊ ഞാൻ ഒരാളെ നോക്കിയിട്ട് ചിരിയൊന്നും ഇല്ലാതെ ഒരു പുതിയ ഒരാളെ കാണുന്നു, അയാളെ കാണുമ്പോൾ ഒരു ചിരിയും ഇല്ലാതെ ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്റെ പെരുമാറ്റം എങ്ങനെയാണ്. ഞാൻ അയാളെ കാണുമ്പോൾ മുഖമൊക്കെ കനപ്പിച്ച് വെച്ചാണ് സംസാരിക്കുന്നത്, എന്റെ മുഖഭാവം എന്താണെന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ഞാൻ പെരുമാറേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, കോട്ടക്കാരന്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ കോട്ടക്കാരന്റെ ആ ഒരു പാറ്റേൺ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചിരിക്കുക എന്നുള്ള, ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുക എന്നുള്ള രീതി അവലംബിക്കുന്നു. എപ്പോഴാണ് ഒരാളെ കാണുമ്പോഴല്ല, അല്ലാതെ തന്നെ ചിരിച്ച് വർത്തമാനം പറയാനുള്ള പ്രാക്ടീസിലേക്ക് വരുന്നു. ചിരിച്ച് വർത്തമാനം പറയുന്ന പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് ഈ സംസാരിക്കുമ്പോൾ ചിരിക്കുക, അതിനെ രസകരമായിട്ട് അവതരിപ്പിക്കുക എന്ന ഒരു പാറ്റേൺ അകത്തുണ്ടാവും. അത് ഉള്ളിൽ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ മുതൽ ഈ പരിശീലനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ സംസാരങ്ങളുടെ സമയത്തെല്ലാം തന്നെ നമുക്ക് ചിരിക്കാൻ പറ്റും. ചിരിക്കാനുള്ള ഫാക്കൽറ്റി അകത്തുണ്ട്, സംസാരിക്കാനുള്ള ഫാക്കൽറ്റി അകത്തുണ്ട്. ഇതിനെ കോറിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത്. ഇപ്പോ നമ്മൾ ഇത് അറിഞ്ഞു, നമ്മൾ ഒബ്സർവ് ചെയ്തു, വിറ്റ്നസ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിനകത്ത് ഇവയെ വേർതിരിക്കുന്ന ആ യുക്തിയുടെ പാറ്റേൺ എന്താണോ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് അവതരിപ്പിക്കും. ഈ ഒരു പ്രോസസ് ചെയ്യുന്നതിൽ ഇപ്പോ നമ്മള് സാധാരണ രീതിയിൽ നമ്മൾ കോട്ടക്കാവ് ചെയ്യുന്നതിന് കാരണമായ ഈ അകം പുറം വ്യവസ്ഥകൾ തമ്മിലുള്ള ആ ഒരു ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനത്തിൽ സത്യത്തിൽ എനിക്കെന്താ പങ്കെന്ന് വെച്ചാൽ നമുക്ക് പങ്കൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ അകത്തുള്ളത് നേരെ തന്നെ അകത്ത് നമ്മൾ പാറ്റേണൈസ് ചെയ്ത് തന്നെ വെളിയിലേക്ക് വരുന്നു, വെളിയിൽ പാറ്റേണൈസ് ചെയ്ത് തന്നെ അകത്തും സംഭവിക്കുന്നു എന്നുള്ളത്. സത്യത്തിൽ ഇവയെ ഏതോ കാലത്ത് നമ്മുടെ ബുദ്ധിയോ നമ്മുടെ പശ്ചാത്തലം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പാറ്റേണിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരാളെ കാണുമ്പോൾ കടുപ്പിച്ച് വർത്താനം പറയണം എന്നുള്ളത് വീട്ടിലെ സാഹചര്യങ്ങൾ ഇത് മനസ്സിലാക്കി നമ്മൾ പെരുമാറി പഠിച്ചതാണ്. നമ്മൾ ഓരോ പ്രാവശ്യം സംസാരിക്കുന്ന സമയത്ത് ഇവയെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ എന്ന് പറയുന്ന കാര്യത്തിന് ഈ ഒരു പെരുമാറ്റ രൂപീകരണത്തിന് അതിന്റെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല, വലിയ റോളൊന്നുമില്ല. അവിടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് സ്റ്റേഷൻ മാത്രമാണ്. ഇവിടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു നിരീക്ഷകനാണ്, മധ്യവർത്തി മാത്രമാണ്. പുറം പ്രവർത്തനങ്ങൾ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നു, അകപ്രവർത്തനങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കുന്നു. ഇവ ഒരു ഏകീകൃത സത്ത എന്നുള്ള രീതിയിൽ, ഏകീകൃത വ്യവസ്ഥാതലം എന്ന രീതിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് അകത്തുള്ളത് പുറത്തും പുറത്തുള്ള അകത്തും സംഭവിക്കുന്നത്. എന്നാൽ ഏതോ കാലത്ത് ഈ സ്വിച്ചിങ് സ്റ്റേഷൻ, ഈ വ്യക്തി ഇവ തമ്മിലുള്ള ബന്ധത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് യുക്തി ചേർത്തിട്ട് ഇതിന്റെ ഈ അകത്തൊന്നുണ്ടെങ്കിലും പുറത്ത് വേറൊന്നാക്കി പെരുമാറി ശീലിച്ചിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ അകത്തും പുറത്തും ഉള്ളത് ഒരു കോറിലേഷൻ ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യും. അകത്ത് വലത്തോട്ട് തിരിയുമ്പോൾ പുറത്ത് ഇടത്തോട്ട് തിരിയുന്ന ഒരു അവസ്ഥ അവിടെ നമ്മൾ ശീലിച്ചു വെച്ചതാണ്. ആ ശീലം കൊണ്ട് അത് അതേപോലെ വെളിപ്പെടും. ഇവിടെയാണ് കോട്ടക്കാർ പരിശീലനത്തിന്റെ പ്രത്യേകത. കോട്ടക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചിന്തയ്ക്ക് അവസരമില്ലാത്ത തത്സമയ അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന വ്യത്യസ്ത സിറ്റുവേഷനിലൂടെ കടത്തിവിടും. ഇപ്പൊ നമ്മൾ ബാറ്റൺ പ്രാക്ടീസ്, ഈ ബാറ്റൺ എന്ന് പറയുന്നത് നമ്മളല്ല നമ്മുടെ അടുത്തേക്ക് വരുന്ന ബാറ്റനെ കൈകാര്യം ചെയ്തത്, ഒരു യന്ത്രമല്ല കൈകാര്യം, അത് മറ്റൊരു വ്യക്തിയാണ്. മറ്റൊരു വ്യക്തിയുടെ ചലനത്തെ നമ്മൾ റിസീവ് ചെയ്തിട്ട് അതിനോട് നമ്മൾ പ്രതിനില കൊണ്ടുകൊണ്ട് ശരിയായി എങ്ങനെ പെരുമാറണോ അത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത ശേഷം അടുത്ത ആളിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നു. അപ്പോ വെളിയിൽ നിന്നും വരുന്ന ഒരു ഈവന്റ് അവിടെ നമ്മുടെ യുക്തിക്ക് യാതൊരു സാധ്യതയില്ല, ചിന്തയ്ക്ക് അവസരമില്ല. നമ്മളിപ്പോ അയാൾ അങ്ങനെയാണ് തരുന്നത് അപ്പൊ ഞാനിതുകൊണ്ട് മാറ്റണം എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരമില്ല. ചിന്തയ്ക്ക് അവസരമില്ലാത്ത ഒരു ഓൺ ദ സ്പോട്ട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക, തത്സമയ അനുഭവമാണ് നമുക്ക് കിട്ടുക. അത്തരം അനുഭവങ്ങളുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ ആണ് കോട്ടക്ക ഒരു വ്യക്തിയെ കടത്തിവിടുക. അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്ന സമയത്ത് അകത്തും പുറത്തുമുള്ള വിന്യാസങ്ങളുണ്ടല്ലോ, അതായത് പുറത്ത് നമ്മൾ ഒരു പ്രത്യേക പാറ്റേണിൽ പ്രവർത്തിക്കുന്നു, അകത്ത് അതിനനുസരിച്ചൊരു പാറ്റേണിൽ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ കോശങ്ങളിൽ ഒക്കെ നെർവസ് സിസ്റ്റത്തിലൊക്കെ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇവ തമ്മിൽ
കണക്ഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാകേണ്ടി വരും. അതായത് ഞാൻ ഒരു ബാറ്റണ് ഒരാൾക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത്, പാസ് ചെയ്യുന്ന സമയത്ത് അത് എന്റെ കയ്യിൽ നിന്നും തിരിഞ്ഞിങ്ങനെ പോകുന്നു. ഞാൻ ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഞാൻ അത് ചെയ്യുമ്പോൾ ഇതിങ്ങനെയായി പോകുന്നു എന്ന് നമ്മൾ കോർട്ടക്കാവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാണ്. ചിന്ത എന്നുള്ളത് യാതൊരു റോളുമില്ലാതെ നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യാണ്. ഞാനങ്ങനെ ഇട്ടുകൊടുക്കേണ്ട കാര്യമില്ല, എന്റെ ഈഗോ പ്രകാരം ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടുകൊടുത്താൽ ഞാൻ ഇതാണ് എന്ന് ധരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് യാതൊരു റോളുമില്ലാതെ ഇത് ഈ ബാറ്ററി ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം ചരിഞ്ഞു പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഓരോ തവണ ഞാൻ അടുത്ത തവണ ഈ ബാറ്റൺ പാസ് ചെയ്യുമ്പോഴും ഇത് നേരെയാക്കാനുള്ള ശ്രമങ്ങൾ എന്റെ കയ്യിൽ ഇങ്ങനെ നടത്തി കുറെ കഴിയുമ്പോൾ എന്റെ ബ്രെയിൻ പാറ്റേൺ അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും. ഇവിടെ എന്റെ ഈഗോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രമീകരണം നടക്കില്ല, ഞാൻ വീണ്ടും പഴയപടിയിലേക്ക് പോകും. പക്ഷെ എന്റെ ഈഗോയ്ക്ക് പ്രസക്തിയില്ലാത്ത രീതിയിൽ ഞാൻ ഈ സംഭവത്തെ പാസ് ചെയ്യുമ്പോൾ ഇത് ഈ മറ്റേ അകം പാറ്റേൺ ഉണ്ടല്ലോ, അകം പാറ്റേൺ അല്ല അതെ അകം പാറ്റേൺ പുറം പാറ്റേണിന്റെ ക്രമീകരണത്തിനനുസരിച്ച് പാകപ്പെടും. ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത്. സത്യത്തിൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ഓരോ അവബോധ തലങ്ങളിൽ അകത്തുകൂടെയും ഈ ക്രമീകരണം സംഭവിച്ച് അകത്തേക്ക് പാസ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ അവബോധ തലങ്ങളെ സത്യത്തിൽ തൊടാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് നമുക്ക് നേരിട്ട് തൊടാൻ കഴിയില്ല. അതേസമയം കോർട്ടക്കാവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബാറ്റണോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തോട് ഒരു പ്രത്യേക താളത്തോട് ഒരു പ്രത്യേക ദിശയോട് കാണിക്കുന്ന ശ്രദ്ധ, ആ ശ്രദ്ധ അവിടെ ചെയ്യുന്ന സമയത്ത്, ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് അകം തലങ്ങളിലേക്ക് പതുക്കെ പാസ് ചെയ്യും. നമ്മുടെ എന്താ പറയാ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ സെൻട്രൽ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രെയിൻ സ്റ്റെമ്മിലാണ് അത് നിൽക്കുന്നത്. അതിന്റെ പണി എന്താ? അത് നമ്മളെ ഈ എന്താണോ എന്തിലേക്കാണോ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഓരോ കാര്യങ്ങളിങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ എന്തിലേക്കാണോ ശ്രദ്ധിക്കേണ്ടത് അതിനെ മാത്രം ശ്രദ്ധിച്ച് അതിന്റെ കാര്യങ്ങളെ മാത്രം ക്രമീകരിച്ച് കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട് RAS. അപ്പൊ അത് പ്രവർത്തിക്കുന്നത് കൊണ്ടുവരിക നമ്മൾ ഈ ബാറ്റണോട് അല്ലെങ്കിൽ ഒരു സന്ദർഭത്തോട് നമ്മൾ പ്രതികരിച്ചുകൊണ്ട് നമ്മളൊരു നൃത്തം ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ശരീര ചലനത്തിലൂടെ കടന്നു പോകുന്നു. ശരീരം വെറുതെ കയറി ഒരു പോസ്റ്ററിൽ നിൽക്കല്ല, അതിനെ ഒരു പ്രത്യേക ചലനത്തിലൂടെ കൊണ്ടുപോകുന്നു. അത് ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റെങ്ങും മറ്റുള്ളവർക്ക് തട്ടിക്കാതെ കൊണ്ടുപോകാനുള്ള ശ്രദ്ധ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണമായ ശ്രദ്ധ അതിലേക്ക് മാത്രം കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവയ്ക്ക് വേണ്ടിയുള്ള വൈറ്റൽ എക്സ്പെൻഡിച്ചർ കംപ്ലീറ്റ് മാറും. അത് RAS നോക്കിക്കോളും. അത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊള്ളും. അത് കൈകാര്യം ചെയ്തിട്ട് മറ്റുള്ളവയിലേക്ക് വൈറ്റൽ ഡീവിയേഷൻ കൊടുക്കുന്നതിന് പകരം ഈ ഒന്നിലേക്ക് മാത്രമായിട്ട് ക്രമീകരിക്കുമ്പോൾ ആ ക്രമീകരണം നമ്മുടെ ഓരോ വ്യവസ്ഥാ തലങ്ങളിലൂടെയും കടന്ന് ചെന്ന് അത് ആന്തരികമായ ആ ഒരു ചലനത്തിന്, ഒരു വിന്യാസ ക്രമീകരണത്തിന് കാരണമാകും. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഓരോ അവബോധ തലവും, ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ശിക്ഷിതാവബോധ മനസ്സ്, സഹജാവബോധ മനസ്സ്, അതുപോലെ തന്നെ വെളിയിൽ പ്രകട മനസ്സ്, പ്രതിമനസ്സ്, ഇവയെല്ലാം ഒരു ഏകീകധാരയിലേക്ക് കടന്നു വരും. അപ്പൊ ഇതിന് കാരണമാകുന്നത് എന്താണ്? നമ്മുടെ വൈറ്റാലിറ്റി മറ്റൊരു വഴിക്ക് പോകുന്നില്ല, അത് ഈ ഒരു വഴിയിലേക്ക് മാത്രമായി ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാധ്യത, ഇതിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത്, ഇപ്പൊ ഒരു ബാറ്റൺ നമ്മുടെ കയ്യിലേക്ക് വരുന്നു, ഇത് തിരികെയാണെന്ന് നമ്മൾ മനസ്സിലായി. അപ്പൊ എന്റെ ശ്രദ്ധക്കുറവോട് തിരിയുന്നു, ഞാനിത് ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് ഒരാൾ വിചാരിക്കുന്നു. അയാൾ ഉടനെ തന്നെ ക്രമീകരിച്ചു തുടങ്ങുന്നു. മറ്റൊരാൾ വിചാരിക്കുന്നു ക്രമീകരിക്കേണ്ടത്, അയാൾ ഉടനെ തന്നെ ക്രമീകരിച്ചു തുടങ്ങുന്നു, വഴങ്ങുന്നില്ല. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി എനിക്ക് വഴങ്ങുന്നില്ല എന്ന്. ആദ്യത്തെ ആൾക്ക് മനസ്സിലായി എനിക്ക് വഴങ്ങുന്നുണ്ടെന്ന്. അപ്പൊ ഇല്ല എന്ന് പറയുന്നതിന്റെ കാര്യകാരണ ബന്ധങ്ങളെ നമ്മൾ സൈദ്ധാന്തികമായിട്ട് ഇവിടെ ബോധ്യപ്പെടുകയാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ കോർട്ടക്കാവ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ തിയറി സെഷൻസും ഒപ്പം വരും. ഇത് രണ്ടും വെവ്വേറെയല്ല പോവുക, ഇത് ഒരുമിച്ച് തന്നെ വരും. അപ്പോ എന്തുകൊണ്ടാണ്
എനിക്ക് വഴക്കം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് വഴക്കം വരാത്തത്, ഏത് വിധത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഫാക്കൽറ്റിയാണ് എൻ്റെ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന കാര്യങ്ങൾ, സ്വന്തം പോസിബിലിറ്റീസ്, സ്വന്തം ലിമിറ്റേഷൻസ്, അതിന്റെ കാര്യകാരണങ്ങൾ എന്നുള്ളവയെ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അവിടെ ഞാൻ എന്നുള്ള തോന്നല് ഉണ്ടാക്കുന്ന പുലിവാൽ എന്താണെന്ന് നമ്മൾ അവിടെ തന്നെ മനസ്സിലാക്കും. ഞാൻ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഞാനാണ് കൺട്രോൾ ചെയ്യുക. ഞാൻ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ സാഹചര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ചുറ്റുമുള്ള പശ്ചാത്തലം കൺട്രോൾ ചെയ്യണം. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ സന്ദർഭങ്ങൾ, അവ ചേർന്നിട്ടുള്ള സംഭവങ്ങൾ, ഈ സന്ദർഭങ്ങൾ അഥവാ ഇൻസ്റ്റൻസസ് ആണ് പ്രകൃതി നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ. ഇത് നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്നു, നമ്മളത് അറിയുന്നില്ല. പക്ഷെ കോർട്ടിക്കൽ പ്രാക്ടീസിന്റെ സമയത്ത് നിരന്തരം തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ്. ആ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ പോകുന്ന സമയത്ത് ബാറ്റൺ നമ്മുടെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടമായിട്ട് നിന്ന് നൃത്തം ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂട്ടമായിട്ട് നമ്മൾ ഒരു പ്രത്യേക ആക്ടിവിറ്റി ചെയ്യുന്നത്, ഇതിന് ഒരു നിമിഷം പോലും ഗ്യാപ്പില്ലാതെ നമ്മൾ ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അഹത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇനി അഹത്തിന് ഭയങ്കര ലോഡ് കൂടിയ ആളുകളാണെങ്കിലും എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറുന്നത്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അഹത്തിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് ഞാൻ ചെയ്യില്ല, എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ ഇതിനില്ല എന്ന് പറയും. ഇതിന് വഴങ്ങില്ല. അത് ശരീരത്തിന്റെ ഫാക്കൽറ്റി എന്താണോ ആവശ്യപ്പെടുന്നത് അതിലേക്ക് വഴങ്ങാതിരിക്കാൻ അഹം ശ്രദ്ധിക്കും. അഹത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ വഴക്കം വളരെ പെട്ടെന്ന് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും. അകത്ത് എന്ത് പോസിബിലിറ്റി ആണോ ആ പോസിബിലിറ്റി എടുത്തുകൊണ്ടുവന്ന് പുറത്തെ കാര്യത്തെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കും. അത് പഠിക്കുന്നതിനൊപ്പം ഇത് നിരന്തരം നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അത് ശീലനമായി മാറും. അത് ശിക്ഷിതാവബോധ തലത്തിൽ റെക്കോർഡാവും. ആ ശിക്ഷിതാവബോധ തലത്തിൽ റെക്കോർഡാവുന്നതായിരിക്കും അടുത്ത പ്രാവശ്യം നമ്മൾ ഒരു കാര്യത്തെ പെരുമാറുന്ന സമയത്ത് അത് വെളിയിലേക്ക് വരിക. ഇപ്പൊ ഞാൻ ബാറ്റൺ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഉദാഹരണം പറഞ്ഞത്. ഇത് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളിൽ സംഭവിക്കുന്നത്. നിങ്ങൾ മിക്കവാറും ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവരാണല്ലോ. ഡ്രൈവിംഗ് സ്കൂളിൽ ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങളെ റിയൽ ടൈം എൻവയോൺമെന്റിലാണ് കടത്തിവിടുന്നത്. റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നു. വണ്ടിയുടെ ആക്സിലേറ്ററും ക്ലച്ചും എല്ലാം ശരീരം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പതുക്കെ ശിക്ഷണം നടത്തിയ ശേഷം ചെറിയ ഒരു ഗ്യാപ്പ് കൊടുക്കും. ഒരു 24 മണിക്കൂറിൽ അരമണിക്കൂർ പഠിച്ചിട്ട് ബാക്കിയുള്ള സമയം ഗ്യാപ്പ് കൊടുക്കും. ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ റെസിലിയൻസ് മെക്കാനിസം അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ ഈ വന്ന മാറ്റത്തെ കൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ശരീരത്തെ സെറ്റ് ചെയ്യും. പിറ്റേ ദിവസം പോകുന്ന സമയത്ത് ഈ കഴിഞ്ഞ ദിവസം അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്തതിന്റെ എഫക്ട് അവിടെ നമ്മൾ കയറി ഇരിക്കുന്ന നിമിഷം മുതൽ, ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന നിമിഷം മുതൽ നമുക്ക് അത് എടുത്ത് കാണാൻ കഴിയും. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ 40 ദിവസം കൊണ്ട് ഒരാള് ഒരു നല്ല ഡ്രൈവറായി തീരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ മൊത്തം 24 മണിക്കൂർ സമയം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ഡ്രൈവിംഗ് സ്കിൽ പെർഫെക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്താൽ പെർഫെക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ആവില്ല. അതിനിടയിൽ ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിലാണ് ഈ സാധനത്ത് സെറ്റ് ആവുന്നത്. അതുപോലെ കോട്ടക്കാർ എന്നുള്ള പ്രോസസ് ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിയിൽ എന്ത് പാറ്റേൺ ആണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതനുസരിച്ച് അകത്തു മാറ്റം വരും. ആ അകത്തെ മാറ്റത്തിനനുസരിച്ച് പുറത്ത് ഇത് റിഫ്ലക്ട് ചെയ്യും. ഈ അകത്തെ മാറ്റം പുറത്തെ മാറ്റം എന്ന് പറയുമ്പോൾ ഇത് രണ്ട് എൻറ്റിറ്റി അല്ല. ഇതിന്റെ ഇടയിൽ ഈ പ്രതിബോധം, പ്രകടബോധം, സത്താബോധം, ഉപബോധം, ശിക്ഷിതാവബോധം, സഹജാവബോധം തുടങ്ങിയ ഇത്രയേറെ ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഓരോന്നിനും വേണ്ടുന്ന അഡ്ജസ്റ്റ്മെന്റ്, ക്രമീകരണങ്ങൾ, ഒപ്റ്റിമൈസേഷൻസ് നടത്തിക്കൊണ്ടാണ് കോട്ടക്കാർ ഒരു വ്യക്തിയിൽ ആ ഒരു പ്രോസസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആത്മയാനം എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് അവബോധ തലങ്ങളെയാണ് പരുവപ്പെടുത്തേണ്ടത്, അല്ലെ? ഈ ഓരോ അവബോധ തലത്തെയും ഇത് അങ്ങനെ അഡ്രസ് ചെയ്യുന്നത് വഴി ഇവയെല്ലാം ക്രമീകൃതമായി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ കോട്ടക്കാർ ഈ ആത്മയാനത്തിന്റെ യാത്രയിൽ ഈ വിധത്തിലാണ് ഇടപെടുന്നത്. നമുക്ക് ഈ പ്രായോഗികമായിട്ട് നമ്മളൊരു സാധന ചെയ്യുന്നു, ക്രിയ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലും നമ്മുടെ മനസ്സിനും നമ്മുടെ മറ്റു പല സ്വാധീനങ്ങൾക്കും പ്രസക്തി ഉണ്ടാവും. പക്ഷെ കോട്ടക്കാർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല. പ്രസക്തി ഉണ്ടോ? അവൻ ഇതിനകത്ത് നിൽക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോവും. പിന്നെ അവനെ കൊണ്ട് പിന്നെ ഇതെന്നല്ല, ആത്മയാനെന്നല്ല, കോട്ടക്കാരെന്നല്ല ഒരു പരിപാടിയും നടക്കൂല. അവരവരുടെ വഴിക്ക് പോവും. കാരണം അവരുടെ ഈഗോയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതല്ല, സ്വന്തം ഈഗോയെ ഈ പ്രോസസ്സിലേക്ക് വേണ്ടി സറണ്ടർ ചെയ്തിട്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ
അയാളിൽ ഈ പറയുന്ന ആ ഒരു ആ ഒരു അലൈൻമെന്റിന്റെ പാറ്റേണുകളുടെ ഒരു ക്രമീകരണം നടക്കും, വിന്യാസങ്ങളുടെ ക്രമീകരണം നടക്കും. അത് അവബോധ തലങ്ങൾ ഓരോന്നിലും കൂടി നടക്കും. അപ്പോൾ ഇവയെല്ലാം തമ്മിൽ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടാവും. ഇതാണ് ആത്മയാനം ആവശ്യപ്പെടുന്നത്. ആത്മയാനം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കണം എന്ന് പറയുന്ന ചേഞ്ച് ഇതാണ്. ഇത് കോട്ടക്കാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. അത് ചെയ്ത് അത് ഒരു തവണയല്ല കേട്ടോ, നമ്മൾ ആവർത്തിച്ച് പലതരം പ്രാക്ടീസിലൂടെ പോകുന്ന സമയത്ത് അവബോധ തലങ്ങളെല്ലാം തന്നെ ടൈംഡ് ആവും. ആ ടൈമിങ്ങിലൂടെയാണ് നമ്മൾ പ്രാണനത്തിന്റെ വഴിയിലേക്ക് പിന്നീട് ചെന്നിട്ട് അതിനെയും കൂടെ പരിശീലിച്ചെടുക്കുന്നത്. ആത്മബോധനത്തിലേക്ക് നമ്മൾ ചെല്ലുവാനുള്ള ഏറ്റവും നല്ല മാർഗം ആയിട്ട് ആത്മയാനം മുൻപോട്ട് വയ്ക്കുന്നത് കോട്ടക്കാർവിനെയും പ്രാണനത്തെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ കോട്ടക്കാർവ് എന്നുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവര് അത് എങ്ങനെയാണ് നിങ്ങളിൽ ഈ ബോധപരിണാമം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബോധപരിണാമത്തിന്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിരീക്ഷിക്കുക. ചെയ്യാത്തവര് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സാധാരണ രീതിയിൽ നിങ്ങളുടെ വീട്ടിലും തൊഴിലിടത്തുമൊക്കെയുള്ള നിങ്ങളുടെ ഇടപെടലുകളിൽ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം ഇൻവോൾവ് ആണ്, അതുവഴി നിങ്ങളുടെ ഇന്റേണൽ ആക്ടിവിറ്റിയെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം നടത്തുക. അതുമായിട്ട് നമുക്ക് നാളെ ബാക്കി പാഠങ്ങളിലൂടെ പോവാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.